അത് ചെറുത്തതോടെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. കുളത്തിലേക്ക് ജോജോ കുട്ടിയെ 2-3 വട്ടം തള്ളിയിട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി കയറി നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടത് തൃശ്ശൂർ ജില്ലയിൽ മാള സ്വദേശിയായ 6 വയസ്സുകാരനെ മൃഗീയമായി കൊന്ന ഒരു കുറ്റവാളിയെ പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകും. എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്? പകരം നിങ്ങൾ അവനെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ അവന് കിട്ടേണ്ട തക്കതായുള്ള ശിക്ഷ അവർ കൊടുത്തേനെ. ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് അവനെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നാളെ ജയിലിൽ കൊണ്ടുപോയി അവൻ്റെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജീവിതകാലം മൊത്തം അവനെ പോറ്റാനല്ലേ? എന്തിന്? ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു ധൈര്യം കാണിച്ചാൽ മതിയായിരുന്നു. അവനെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. ഇതുപോലുള്ള ക്രൂരതയൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയുള്ളതിന് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. തക്കതായ ശിക്ഷ അവർ കൊടുക്കും. അല്ലാതെ നമ്മുടെ നിയമത്തിനൊന്നും ഒരു ശിക്ഷയും കൊടുക്കാൻ പറ്റില്ല. കൂസലേതും കൂടാതെ കുറ്റകൃത്യം പ്രതി വിവരിച്ചു. അവരവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? കണ്ടില്ലേ? ഒരു ഉളുപ്പുമില്ലാതാണ് അവൻ ആ ഒരു കാര്യം ചെയ്തു കൂട്ടി. എന്തോ ഒരു വലിയ മഹത്തായ കാര്യം പറയുന്ന പോലാണ് അവനത് പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ഉളുപ്പുണ്ട്? അല്ലെങ്കിൽ അവൻ എന്ത് മനുഷ്യനാണ്? അവനാണെങ്കിലും വലിയ പ്രായമില്ല, 20 വയസ്സുകാരനാണ്. അതും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പം എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ സ്വന്തമായിട്ട് തന്നെ സുരക്ഷിതരായിട്ട് വെക്കുക. വെക്കേഷനാണ്, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കളിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കണ്ണ്, അല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് ആരെങ്കിലും ഒരാൾ എപ്പോഴും നമുക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ വിടുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്ന അത്രയും ദൂരത്തിൽ മാത്രമേ കുഞ്ഞുങ്ങളെ വിടാവൂ. കാരണം നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ആരോട് ചോദിക്കാൻ പറ്റും? നമുക്ക് അതിനുള്ള നിയമമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യർക്ക് പോലും ശരിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നിയമോ കാര്യങ്ങളോ അല്ല നമുക്കിവിടെ ഉള്ളത്. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുക, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ രക്ഷിക്കുക. അല്ലാതെ ഇതുപോലുള്ള കാട്ടുമൃഗങ്ങളുടെ കയ്യിലൊന്നും വിട്ടുപോകാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. ഈ ഒരു വീഡിയോ കാരണമാണ് സത്യം പറഞ്ഞാൽ അവനാണ് അതിൻ്റെ പ്രതി എന്നുള്ളത് മനസ്സിലായത്. 20 വയസ്സുകാരനായ ആദ്യം തന്നെ അവൻ്റെ പേരിൽ എന്തായിരുന്നു ഒരു ബൈക്ക് മോഷണത്തിൻ്റെ കേസ് എന്തോ ഉണ്ടെന്നാണ് അവർ ന്യൂസിൽ കണ്ടപ്പം അറിയാൻ പറ്റിയത്. ജൂനിയർ ഹോമിലൊക്കെ പോയി കിടന്ന ആളാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഉള്ളപ്പം നമ്മൾ കുറച്ചുകൂടെ അലർട്ട് ആവേണ്ടതായിരുന്നു. പാരൻസ്, അച്ഛൻ പുറത്തായിരുന്നു പറഞ്ഞു, പക്ഷേ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആരുണ്ടോ അവർ കുറച്ചുകൂടെ ഒന്ന് അലർട്ടായിട്ട് ഇരിക്കേണ്ടതായിരുന്നു അല്ലേ? ഈ കുഞ്ഞ് പോയി, നമുക്കിനി എന്താണ് പറയേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പാരൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കളിക്കാം, ഓക്കെ വെക്കേഷനാണ്, അവർ പുറത്തിറങ്ങി കളിച്ചോട്ടെ. പക്ഷേ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നമ്മൾ ആരോട് ചോദിക്കും? ഇപ്പം തന്നെ ഇവനെ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കേണ്ടതിന് പകരം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നാളെ പോയിട്ട് അവന് ജയിലിൽ നല്ല സുഖമായിട്ട് ഫുഡും കഴിച്ച് നല്ല രീതിയിൽ അവൻ്റെ ജീവിതം ജയിലിൽ പോവും. അതാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ ആ കുഞ്ഞിന് കിട്ടേണ്ട നീതിയോ കാര്യങ്ങളോ കിട്ടുമെന്ന് എനിക്ക് വ്യാഴാഴ്ച ഇന്ന് ഇപ്പം വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ് കുഞ്ഞിനെ കാണാതെ പോയി എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടത്. 6 വയസ്സുകാരനായ തൃശ്ശൂർ ജില്ലയിൽ മാള സ്വദേശിയായിരുന്നു ഈ കുട്ടി. വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞ് കളിക്കാൻ പോയതാണ്, ബാക്കിയുള്ള കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയതാണ്. അന്നേരമാണ് അവിടെ നിന്ന് ചാമ്പയ്ക്ക പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ കുറ്റവാളിയായ 20 വയസ്സുകാരൻ ജോജോ അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാനുള്ള ഒരു ഇതാണ് അവിടെ കാണിച്ചത്. ആ കുഞ്ഞിനോട് ഓരോ തെറ്റോ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ആ കുഞ്ഞ് അമ്മയോട് വീട്ടിൽ ചെന്ന് പറയുമെന്നാണ് പറഞ്ഞത്. അത് കാരണം ആ കുഞ്ഞിനെ ആദ്യം ഒന്ന് വെള്ളത്തിലോട്ട് തള്ളിയിട്ടു, കുഞ്ഞ് കയറി വന്നു. വീണ്ടും രണ്ടാമതും തള്ളിയിട്ടു, വീണ്ടും കയറി വന്നു. അപ്പോൾ മൂന്നാമത് ആ കുഞ്ഞിനെ ചവിട്ടി താഴ്ത്തി അതിനെ കൊല്ലുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് കാണാതായ വിവരം നാട്ടുകാർ അറിഞ്ഞത്. അപ്പം തേടിപ്പോയ ആൾക്കാരുടെ കൂടെ തന്നെ കുഞ്ഞിനെ തേടുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യം ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞ് വെള്ളത്തിൽ വീഴുന്നത് കണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ സംശയം തോന്നിയാണ് ഇവനെ ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോയത്. അതുപോലെ തന്നെ ആ ഒരു CCTV വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ കുഞ്ഞിൻ്റെ പുറകിനെ ഓടുന്നത്. അപ്പം ആ കുഞ്ഞ് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ പോകാതിരിക്കാനായിട്ട് ആ കുഞ്ഞിൻ്റെ പുറകിനെ ഓടിയതാണെന്നുള്ള രീതിയിലാണ് ആദ്യം അവൻ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് ശരിക്കും അവനോടൊരു സംശയം തോന്നിയിട്ടാണ് പിന്നെ അവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ് തെളിവെടുപ്പിന് കൊണ്ടുപോയത്. നമ്മൾ കണ്ടതാണ് ഈ ഒരു ദൃശ്യം. ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ആണ് അവൻ സംസാരിക്കുന്നത്. അയ്യോ പാവം, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ, എന്തോ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന പോലെയാണ് അവനോട് പറഞ്ഞത്. ഇതുപോലുള്ളവന്മാരെയൊന്നും സത്യം പറഞ്ഞാൽ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത്. നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും, അതും പിഞ്ചു കുഞ്ഞുങ്ങളോ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ എന്ത് മാനസികാവസ്ഥയുള്ളൊരു മനുഷ്യനായിട്ടാണ്, മൃഗമായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് നീ ആ 1-ാം ക്ലാസ്സുകാരൻ കുഞ്ഞിനെ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി? അതിനെ പീഡിപ്പിച്ച് അതുപോലെ തന്നെ അതിനെ കൊല്ലാൻ എങ്ങനെ മനസ്സ് തോന്നി? നീ മനുഷ്യനാണോ? അല്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്നെ ഗവൺമെൻറ് തീറ്റിപ്പോറ്റും, അതുകൊണ്ടായിരിക്കും. നമുക്ക് ശരിക്കുള്ളൊരു ശിക്ഷ കൊടുക്കാനുള്ളൊരു ഗവൺമെൻറ് ഇല്ല. ഇവനെയൊക്കെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നത്? എന്ത് കാര്യത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്ത് കാര്യത്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്?
ഇവനെ ഇതുപോലുള്ള ക്രൈംസ് ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നീതിയും ഇതുപോലുള്ള കേസുകൾ കാണിക്കാൻ പോകുന്നില്ല. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമോ ഇവരെയൊക്കെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇവനെ ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യയിൽ ഒരു ശരിക്കുള്ളൊരു നീതി ഇതുപോലുള്ള കേസുകൾക്ക് കിട്ടാത്തോളം ഇവരെ പോലീസിന് വിട്ടുകൊടുക്കാതെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇതുപോലുള്ള കേസുകളും കാര്യങ്ങളും അവർ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. ഒരു 1-2 പേരെ ഒന്ന് ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് നോക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ ക്രൈംസും കാര്യങ്ങളും ഒന്ന് കുറയും. അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു റൂള് കൊണ്ടുപോകാം. നമ്മുടെ കേരളത്തിലെ ക്രൈമും കാര്യങ്ങളും നല്ല രീതിയിൽ കുറയും. അതുപോലെ എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാതിരിക്കില്ല, അച്ഛനും അമ്മമാരും അല്ലേ. ചിലവരൊക്കെ പുറം നാട്ടിലായിരിക്കാം, ചിലവർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പറ്റിയെന്ന് വല്ല ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള മീൻസ് ഒന്നെങ്കിൽ അമ്മയുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛനോ അങ്ങനെയുള്ളവരാണ് നോക്കുന്നെങ്കിൽ പോലും ആ കുഞ്ഞിനെ അവർക്ക് വേണ്ടത്രത്തോളം കെയറും കാര്യങ്ങളും കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം കുഞ്ഞ് കളിക്കാൻ പോയി, അപ്പം പോയിട്ടിങ്ങ് വരും എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇരിക്കാതെ ആ കുഞ്ഞിനെ കുറച്ച് നേരം ഇടവിട്ടെങ്കിലും ആ കുഞ്ഞ് അവിടെ കളിക്കാൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രസൻസ് ഉള്ളപ്പോഴായിരിക്കും ആ കുഞ്ഞവിടെ. കാരണം നമുക്കതൊരു സമാധാനമാണ്. ഇന്ന് ഈ കുട്ടി മരിച്ചു പോയി, ആർക്ക് പോയി? ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും പോയി. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരാൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വേറൊരാൾ ആ കുഞ്ഞ് ഒരു മണിക്കൂർ കളിക്കാൻ പോയെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് അതിൻ്റെ നിൽക്കുന്നിടത്ത് കളിക്കുന്നിടത്ത് തന്നെ ഒന്ന് നിന്നായിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഒരു കൃത്യം ഒരു ക്രൂരത അവൻ ചെയ്യുമായിരുന്നു. എല്ലാ മാതാപിതാക്കളും പറയാനുള്ള കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുകയാണെങ്കിൽ അവരെ ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തേക്കായിരിക്കും അവർ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്കായിരിക്കും കളിക്കാൻ പോകുന്നത്. ആ ഒരു സമയം നമ്മളും കൂടെ അവരുടെ കൂടെ പോയി അടുത്ത് നിൽക്കാനല്ല, നമ്മുടെ കൺമുമ്പിലുണ്ടെന്നുള്ളൊരു ആശ്വാസം, അതൊന്നും സംഭവിക്കരുതെന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ. അപ്പം ഇനിയേലും കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ നടക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് അവരവരുടെ പാരൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പാരൻസ് ചിലപ്പം ജോലിക്കാരായിരിക്കും, അതുപോലെ ഉത്തരവാദിത്തമുള്ളവർ. ആ കുഞ്ഞുങ്ങൾ 1 അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും കളിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ കിടന്ന് കളിക്കട്ടെ. ഒരു 4 മതിലിനുള്ളിൽ കുഞ്ഞുങ്ങളെ കെട്ടിയിടണം എന്നല്ല പറയുന്നത്. പക്ഷെ അവർ പോകുമ്പോൾ അതും ഇങ്ങനെ പ്രായമുള്ള 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഒരു 12 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം. അവരൊക്കെ പറയും നമുക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഒരു 2 മണിക്കൂർ നേരമൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വെക്കേഷനാണ്, 2 മാസം വെക്കേഷനാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും പോകാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 2 മണിക്കൂർ നേരത്തെ കളിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ ഉത്തരവാദിത്തമുള്ളവർ, 5-6 കുട്ടികൾ കളിക്കുവാണെങ്കിൽ ഒരാളുടെ പാരൻറ്റിനേലും കൂടെ ചെന്ന് നിൽക്കാമല്ലോ. ഓരോ ദിവസവും നമുക്ക് അറിയാലോ, ഇന്ന കുട്ടിയുടെ കൂടെയാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ കളിക്കുന്നത്. അപ്പം 5-6 കുഞ്ഞുങ്ങൾ ഒന്നിച്ചാലും കളിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ പാരൻറ്റ് നിന്നാലും മതി. ഇല്ല, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവായി കിട്ടും. നമ്മൾ പാരൻസിന് പോകും, അല്ലാതെ വേറെ ആർക്കും പോവില്ല. കാരണം ഇതേ പ്രായമുള്ള എനിക്കും 2 പിള്ളേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നാളെ ഞാനിങ്ങനെ നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ അതിനേതായിട്ട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട്. 1 മിനിറ്റ് നേരം പോലും അവരെ കൺമുമ്പിൽ നിന്ന് മാറില്ല. മീൻസ് അവർ എപ്പോഴും കൺമുമ്പിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾക്ക് അവർ ഇത് ചെയ്തു വെക്കും. കാരണം 1 മിനിറ്റ് നേരം പോലും കണ്ടില്ലെങ്കിൽ അവർക്ക് എന്താണ്, ചിലപ്പം സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും അവർ ചെയ്തു വെച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ഭീതിയും ഭയം കൊണ്ടും മനസ്സുള്ളവരാണ് നമ്മൾ, അല്ലേ. ഞാൻ അങ്ങനെയാണ്. അപ്പം എൻ്റെ ഇൻലോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറിയാൽ അവർക്ക് പേടിയാണ്. എന്തിനാണ് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ പിഞ്ചോമനയുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പാരൻസ് ഇപ്പം മിക്ക പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നു, ഇങ്ങനെ ഓരോ അപകടങ്ങളും. ഇപ്പം ആൺകുട്ടികളെ വെറുതെ വിടുന്നില്ല. 6 വയസ്സ് ഉള്ള ഒരു ആൺകുഞ്ഞിനെയാണ് മറ്റൊരുത്തൻ, ഒരു 20 വയസ്സുള്ള ഒരുത്തൻ ഇങ്ങനെ ചെയ്തത്, അല്ലേ. അപ്പം ഇത് ഒന്നും ഇങ്ങനെ നടക്കാതിരിക്കാൻ നമ്മൾ പാരൻസ് തന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് കരുതലും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇങ്ങനെയുള്ള ക്രൈംസും കാര്യങ്ങളും എന്തായാലും ഒഴിവായി കിട്ടും. അപ്പം എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.